ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സോയ ചങ്ക്സ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുകയും ചെയ്യാം. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 1.5 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കണം. അതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇതിലേക്ക് വേണ്ട ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ സൈസുള്ള സോയ ചങ്ക്സ് ആണ് വെച്ചാൽ അത് ഇതേപോലെ വേവിച്ചതിന് ശേഷം 2 പീസായിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് അവിടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയിട്ട് ഒരു തണുത്ത വെള്ളത്തിലൊന്ന് നന്നായിട്ട് വെള്ളം മാറ്റിയെടുക്കണം. ഇതിപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലിട്ടിട്ട് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ്. വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, 1 ടീസ്പൂൺ നാരങ്ങ നീരും, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട ഉപ്പും 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സോയ ചങ്ക്സ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള എരിവുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് 1/2 മണിക്കൂറോളം ഒന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലാണ് വെക്കണമെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റോളം ഒന്ന് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഇവിടെ സോയ ചങ്ക്സിൽ മസാലയെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. സോയാബീൻ നന്നായിട്ട് എണ്ണ കുടിക്കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതവിടെ ചെറുതായിട്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ സോയ ചങ്ക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 പച്ചമുളക്, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊരു തിള വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച സോയ ചങ്ക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ സോസും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഈ സോയ ചങ്ക്സിൽ പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അപ്പോൾ ഈ ഒരു സോയ ചങ്ക്സ് ഫ്രൈ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്